ഇകാരാന്തം മാത്രമേ കാണുകയുള്ളൂ. ബാക്കിയുള്ള ക്ലാസ്സിൽ ഇകാരാന്തം വരുമ്പോൾ എങ്ങനെയാണ്? ഇപ്പം പതിഹി, പതിഹി ഇതെന്താണ്? അത് പുല്ലിംഗ ശബ്ദമാണ്. ഇനി ഇവിടെ സ്ത്രീലിംഗം വന്നപ്പോൾ മതിഹി, ഇതൊക്കെ അന്ന് ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. മതിഹി ഇത് രണ്ടും കാണുമ്പോൾ എന്ത് ചെയ്യുന്നു? രണ്ടും ഒരുപോലെ തോന്നുന്നില്ലേ? പക്ഷേ ഇത് പുല്ലിംഗവും ഇത് സ്ത്രീലിംഗവുമാണ്. പിന്നെ ഉകാരാന്തമാണെങ്കിൽ സാധുഹു, സാധുഹു. പിന്നെ ഇവിടെ അതുപോലെ ശ്രുതിഹി വരും. ശ്രുതിഹി അത് സ്ത്രീലിംഗമാണ്. പിന്നെ ബുദ്ധി, ബുദ്ധി ഞാനത് പറഞ്ഞുതരാം, എല്ലാം കൂടെ എഴുതുമ്പോൾ അത്ര സമയം വേസ്റ്റാകും. അതുപോലെ ബുദ്ധിഹി സ്ത്രീലിംഗ ശബ്ദമാണ്. അഗ്നി അത് പുല്ലിംഗം, അഗ്നിഹി